സ്നേഹമുള്ളവരെ, മാതാവിന് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മെയ് മാസത്തിലാണ് നാം ലോകരക്ഷകനായ യേശുനാഥന്റെ മാതാവാകാൻ ദൈവത്താൽ നിത്യതയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യാമറിയം അവനിലൂടെ രക്ഷിക്കപ്പെടുന്ന സകലരുടെയും കൂടി മാതാവാകാനുള്ള നിയോഗം പേറിയവളാണ്. കാലിത്തൊഴുത്തും കാനായിലെ കല്യാണ വീടും കാൽവരിയും നമ്മോട് പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയം മാതാവായി ഈ ജീവിതയാത്രയിൽ നമ്മെ അനുധാവനം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. ആദ്യമായി നമുക്ക് കാലിത്തൊഴുത്തിനെ ധ്യാനിക്കാം. കാലിത്തൊഴുത്ത് അരക്ഷിതത്വത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മകളുടെയും ഇടമായിരുന്നു. ദൈവപുത്രൻ ഈ കാലിത്തൊഴുത്തിൽ ജനിക്കണമെന്ന ദൈവഹിതത്തെ അവൾ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുകയാണ്. ദൈവപുത്രൻ കാലിത്തൊഴുത്തിൽ ജനിക്കുന്ന ആ രാവിനെ അവൾക്ക് വേണമെങ്കിൽ ദൈവത്തോടുള്ള പരാതികളുടെ ഒരു പ്രളയരാവ് ആക്കി മാറ്റാമായിരുന്നു. എന്നാൽ ദൈവത്തോട് യാതൊരു പരാതിയും പറയാതെ തൻ്റെ മാതൃവാത്സല്യം ആവോളം ഒഴുക്കിക്കൊണ്ട് ആ കാലിത്തൊഴുത്തിനെ അവൾ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തോടുള്ള പരാതികളാൽ നിറയുമ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാനാവണം. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തെ ഒരു പുതിയ പ്രത്യാശയോടുകൂടി നോക്കിക്കാണാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് കാനായിലെ കല്യാണ വീടിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. വീഞ്ഞു തീർന്നു പോയി എന്ന ആ വീടിന്റെ രഹസ്യ നൊമ്പരത്തെ ആദ്യമായി അറിയുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. ആ നിമിഷം മുതൽ കേവലം ഒരു അതിഥി എന്ന നിലയിൽ നിന്ന് ആ വീടിന്റെ ഗൃഹനായികയുടെ മാനസികാവസ്ഥയിലേക്ക് പരിശുദ്ധ കന്യകാമറിയം മാറുകയാണ്. തൻ്റെ മകനെ, ദൈവപുത്രനെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ സുതന് മാത്രമേ ആ ഭവനത്തെ ഇത്രയും വലിയ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമായി അറിയാമായിരുന്നു. പരിശുദ്ധ അമ്മ ഈശോനെ സമീപിച്ചുകൊണ്ട് ആ വീടിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. എന്നാൽ യേശുനാഥൻ പറയുക, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. എന്നാൽ ഉടനടി പരിശുദ്ധ അമ്മ സേവകരോട് പറയുന്നുണ്ട്, ഇവൻ പറയുന്നത് പോലെ ചെയ്യുക. സർവ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യേശുനാഥൻ പരിശുദ്ധ അമ്മയുടെ ഈ മാതൃവാത്സല്യത്തിനും സ്വാതന്ത്ര്യത്തിനും മുന്നിൽ അനുസരണ നിറഞ്ഞ മേരിസുതനായി മാറുകയാണ്. ആ ഭവനത്തിനു വേണ്ടി വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീഞ്ഞു തീർന്നു പോകുന്ന അവസരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാവണം. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കൈവിട്ടുപോയി എന്ന് നാം കരുതുന്നതൊക്കെയും തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട് കാൽവരിയെ നമുക്ക് ധ്യാനിക്കാം. കാൽവരിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് യേശുനാഥന്റെ കുരിശിനോട് നിഴല് പോലെ ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് യേശുനാഥൻ പറയുന്നുണ്ട് തൻ്റെ പ്രിയ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ. തൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ മകൻ. അവിടെ കൂടിയിരുന്നവരൊക്കെ സ്വാഭാവികമായി വിചാരിച്ചിരിക്കുക, മരണവെപ്രാളത്തിൽ തൻ്റെ മകൻ വിധവയായ അമ്മയെ തൻ്റെ അരുമ ശിഷ്യന് ഭരമേൽപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്നു. എന്നാൽ ഈശോയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു, കർത്താവിൻ്റെ വിനീതദാസിയായ തൻ്റെ അമ്മയ്ക്ക് ആരുടെയും തുണയുടെ ആവശ്യമില്ല. എന്നാൽ തൻ്റെ ശിഷ്യർക്ക് ഇനി മുതൽ തൻ്റെ ശാരീരികമായ സാന്നിധ്യം ഉണ്ടാവില്ല. തൻ്റെ മരണത്താൽ തകർന്നു പോകുന്ന അവരെ ഇനി ഒരുമിപ്പിക്കേണ്ടതും പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തേണ്ടതും പരിശുദ്ധ കന്യകാമറിയമാണ്. ഈ നിയോഗമാണ് കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയ്ക്ക് യേശുനാഥൻ നൽകുക. പന്തക്കുസ്താ ദിനം പ്രാർത്ഥനയിലൂടെ അവരെ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധ കന്യകാമറിയമാണ്. അതുപോലെ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അനുതാപത്തിലൂടെ തൻ്റെ മകനിലേക്ക് തിരിച്ചു വരുവാൻ അവൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് യേശുനാഥൻ നൽകിയ ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ്. സ്നേഹമുള്ളവരെ, യോഹന്നാനെ പോലെ നമുക്കും പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനത്തിലേക്ക്, ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ജീവിത യാത്ര തുടരാം. ഈ മെയ് മാസ വണക്കം അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.